നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 11-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് കുംഭമാസം 27-ാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം 20-ാം തീയതി. സൂര്യോദയം രാവിലെ 6:35, അസ്തമയം വൈകുന്നേരം 6:30. ഉദയാൽപരം തിഥി ദ്വാദശി തിഥിയാണ്. ദ്വാദശി തിഥി ചൊവ്വാഴ്ച രാവിലെ 8:16 വരെ ഉണ്ടായിരിക്കും. പിന്നീട് ത്രയോദശി തിഥി ആരംഭിക്കുന്നു. ഉദയാൽപരം നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 53 മിനിറ്റിനാണ്. അതായത് തിങ്കളാഴ്ച രാത്രി 12:53 AM, ചൊവ്വാഴ്ച 53 AM എന്ന് പറയുന്ന സമയം പറയാം. അപ്പോൾ ഈ സമയത്താണ് ഈ ആയില്യ നക്ഷത്രം ആരംഭിക്കുന്നത്. ചൊവ്വാഴ്ച 53 AM എന്നുള്ള സമയത്താണ് ആയില്യ നക്ഷത്രം ആരംഭിക്കുന്നത്. ആയില്യ നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച 2:17 AM എന്ന് പറഞ്ഞ സമയത്തായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ആയില്യ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ആയില്യ നക്ഷത്രത്തിൻ്റെ സമയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചൊവ്വാഴ്ച ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ AM എന്ന് പറയുന്ന സമയമാണ്. ചൊവ്വാഴ്ച ഉച്ചവരെ AM എന്ന് പറയുന്ന സമയത്താണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ 53 AM, വെറും 53 AM എന്ന് പറയുന്ന സമയത്താണ് ആയില്യ നക്ഷത്രം ആരംഭിക്കുന്നത്. ചൊവ്വാഴ്ച ദിവസം 53 AM എന്ന് പറയുന്ന സമയത്ത് ആരംഭിക്കുന്നു. നക്ഷത്രം ആയില്യ നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസം സൂര്യോദയത്തിന് മുമ്പ് 2:17 AM എന്ന് പറയുന്ന സമയത്തായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ വ്യക്തമായി ഈ സമയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ചൊവ്വാഴ്ച ദിവസം ആയില്യ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. ആയില്യ നക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച ദിവസം തിരുവാതിര, രോഹിണി, രേവതി, അശ്വതി, അനിഴം, തൃക്കേട്ട, പൂയം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഇവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും. തിരുവാതിര, രോഹിണി, രേവതി, അശ്വതി, അനിഴം, തൃക്കേട്ട, പൂയം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ആയില്യ നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് ചിന്തിക്കാം. പൂരാടം, പുണർദം, മകയിരം, കാർത്തിക ഇത്രയും നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി ചൊവ്വാഴ്ച ദിവസമാണെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ശുഭസമയത്ത് തന്നെ ചെയ്യുക എന്നുള്ളതാണല്ലോ ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാനുള്ള ശുഭസമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ 8:05 മുതൽ ഉച്ചയ്ക്ക് 12:46 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ച കഴിഞ്ഞ് 2:05 മുതൽ 3:35 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ശുഭദിനമല്ല, പാപഗ്രഹത്തിൻ്റെ ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. മനുഷ്യജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ അല്ലെങ്കിൽ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത അല്ലെങ്കിൽ മാറ്റിവെക്കാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഉത്തമമായ സമയമാണ് പറഞ്ഞു തന്നത്. ഈ സമയത്ത് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തിൽ വെച്ചാണല്ലോ. തീയതി 11 ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 2 വരും. ഏതൊരു മാസത്തിൻ്റെ 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഈ ചൊവ്വാഴ്ച ദിവസം അനുകൂലമല്ല, പ്രതികൂലമായ ദിവസമാണെന്നുള്ളതാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ പ്രതികൂലമായ ദിവസമായതുകൊണ്ട് എന്ത് പരിഹാരം ചെയ്യണം? പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോൾ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ ഫലങ്ങൾ അവർക്ക് വന്നു ചേരുമെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ധനപരമായ വിഷയത്തെക്കുറിച്ചാണ്. ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായ നേട്ടം വന്നു ചേരുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ചൊവ്വാഴ്ച ദിവസം നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രവുമായി പൊരുത്തമുള്ള നാളുകാർക്ക് ധനപരമായ നേട്ടം ഉണ്ടാകും. ആയില്യ നക്ഷത്രവുമായിട്ട് ധനപരമായിട്ടുള്ള പൊരുത്തം
ചില കാര്യങ്ങൾ പൊരുത്തം വരണമെന്നില്ല ആയില്യ നക്ഷത്രമായിട്ട്. പക്ഷേ ധനപ്പൊരുത്തം ഉണ്ടാകുന്ന ഒരു പ്രത്യേക പൊരുത്തം വരും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ പൂയം നാളുകാർക്ക് ഈ ചൊവ്വാഴ്ച ദിവസം ധനനേട്ടം പ്രതീക്ഷിക്കാം. ആയില്യത്തിന് ധനനേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തിരുവാതിര, കാർത്തിക, രേവതി, ചതയം, ഉത്രാടം, കേട്ട, ചോതി, ഉത്രം ഇത്രയും നാളുകാർക്ക് ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ, ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കും. കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണ്. കടം മേടിച്ചാൽ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും, കടം ചോദിച്ചാൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ധനപരമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ ആയില്യ നക്ഷത്രപ്രകാരം ഈ ജാതകർക്ക് വന്നു ചേരുക. ഓരോ നക്ഷത്രവും ഓരോരുത്തരെ പല രീതിയിലുണ്ട് സ്വാധീനിക്കുന്നുണ്ട്, പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ആയില്യ നക്ഷത്രം സ്വാധീനിച്ച് ധനപരമായ നേട്ടം വരുന്ന നാളുകാരാണ് ഞാനീ പറഞ്ഞ നാളുകാർ. ആയില്യം, തിരുവാതിര, കാർത്തിക, രേവതി, ചതയം, ഉത്രാടം, കേട്ട, ചോതി, ഉത്രം, പൂയം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ലോട്ടറി ഭാഗ്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഈ ആയില്യ നക്ഷത്രപ്രകാരം ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന നാളുകാരെ കുറിച്ച് പറഞ്ഞുതരാം. മിഥുനക്കൂറുകാർക്ക് ലോട്ടറി ഭാഗ്യം അടിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട്. ഇടവക്കൂറുകാർക്കുമുണ്ട്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർതം 3/4, ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 3/4, രോഹിണി, മകരൻ 2 പാദം, മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1/4, തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം 3/4, വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 1/4, അനിഴം, കേട്ട, കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 3/4, അത്തം, ചിത്ര 2 പാദം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇതിലേതെങ്കിലും ഒരു നാളിലുള്ള ഒരാൾക്ക് ലോട്ടറി അടിക്കും. ഭാഗ്യദേവതയുടെ തിരഞ്ഞെടുപ്പും ഇതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.